നമ്മുടെ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ആദ്യം നമ്മൾ ഇനിഷ്യൽ ഒരു ഇന്റർവെൽ കണ്ടുപിടിച്ചു അല്ലേ? ഇൻ വിച്ച് ദ റൂട്ട് ലൈസ്, ദാറ്റ് ഈസ് എങ്ങനെയാണ് നമ്മൾ ഇന്റർവെൽ കണ്ടുപിടിച്ച? എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി, എ ആൻഡ് ബി വേർ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ, റൈറ്റ് അല്ലേ? അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന ഇന്റർവെലിനെ ബൈസെക്ട് ചെയ്ത്, അതായത് അതിന്റെ മിഡ് പോയിന്റിൽ വെച്ച് നമ്മൾ ബൈസെക്ട് ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒരു ഹാഫ് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുന്നുള്ളൂ. ഇസിന്റ് ഇറ്റ്? അപ്പൊ നമ്മൾ എത്ര വരെ ചെയ്തു? ഏത് സ്റ്റേജ് വരെ ചെയ്തു? ഫോർത്ത് വരെ. തേർഡ് വരെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഫോർത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദാറ്റ് ഈസ് ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 1.3125 ആൻഡ് 1.375, റൈറ്റ്? ഇവിടം വരെ നിങ്ങൾ ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക് തേർഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഫോർത്ത് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തേ. വാട്ട് അബൌട്ട് ഓതേഴ്സ്? ആരെങ്കിലും ചെയ്തോ? ഇല്ല. ആണോ? എന്നാ ചെയ്തു വാ. മേഡം ഫുള്ള് ചെയ്യണോ? ഓരോ സെക്ഷൻ എന്താ ഫുൾ ചെയ്യണം? ചെയ്ത് അതിൻ്റെ അകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നമ്മളതൊന്ന് ചെയ്ത് തീർത്തിട്ട് പോകുന്നല്ലേ ബുദ്ധി.
ആ ഫുൾ ഡെസിമൽ എടുക്കണോ? കറക്റ്റ് എത്ര ഡെസിമൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ക്വസ്റ്റ്യനിൽ. അല്ല കറക്റ്റ് ലൈക്ക് ടു ഡിഫൈൻ പ്ലേസ് ഡെസിമൽ ഉള്ളൂ. എന്തായാലും 2 ഡെസിമലിൽ എടുത്താൽ മതി. ആണോ? ആ അല്ല 2 കറക്റ്റ് ഡെസിമൽ. ഡിഫൈൻഡ് ഡെസിമൽ ഉള്ളൂ. ഒരു 5 പ്ലേസ് കഴിഞ്ഞ പിന്നെ ഇല്ല. ആണ് ചോദിച്ചതാ. ഏതാ 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 കേട്ടില്ല. അല്ല അത് ഡിഫൈൻഡ് ഡെസിമൽ ഉള്ളൂ. 5 പ്ലേസ് കഴിഞ്ഞ പിന്നെ ഇല്ല. ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോണില്ലാന്ന്. ഓക്കെ ഓക്കെ അത്രയും വരുന്നില്ല എന്നിട്ട് നമ്മൾ അവർ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പം കറക്റ്റ് 3 ഡെസിമലിന് ചെയ്യാന്ന് പറയാൻ നമുക്ക് സപ്പോസ് 1.25 കിട്ടിയിട്ടുള്ളെങ്കിൽ 25 എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ. ഇത് അപ്പൊ എല്ലാത്തിലും കറക്റ്റ് 3 ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 3 വരുമ്പോഴാണ് നമ്മൾ ഇതിനെ 3 വെച്ച് ഇവിടെ എന്താ പറയാ ട്രങ്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ 2 ഡെസിമൽ മാത്രം എടുക്കണ്ടോ? 2 ഡെസിമലേ ഉള്ളൂ, പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. മൂന്നാമത്തെ ഡെസിമൽ വിൽ ബി 0. ഓക്കെ ഓക്കെ. ഇവര് ബോധർ ചെയ്യേണ്ടേ വേണ്ട. നമുക്ക് കറക്റ്റ് ഇത്ര ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡെസിമൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ.
അടുത്ത കിട്ടിയോ? ആ മാം, ഇതിപ്പോ ഒരു ഏകദേശം ഒരു 6ാമത്തെ കഴിഞ്ഞു. അതായത് നമ്മുടെ വ്യത്യാസം ഇവിടെ നമ്മള് ഈ ഇന്റർവെലിന്റെ ലെങ്ത് ഉണ്ടല്ലോ, x1 x2ന്റെ ഡിഫറൻസ് ലെസ് ദാൻ 0.005. 0.0005 ലെസ് ദാൻ 0.005 വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തോളുക. ഇതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതുവരെയായിട്ട് മാം 7th വരെ എത്തി ഞാൻ. 7th വരെ ഒരു വേരിയേഷനും വന്നിട്ടില്ല ഇന്റർവെല്ലിൽ കേട്ടോ. ഇന്റർവെല് 7th എനിക്ക് തോന്നുന്നു വരുന്ന 1.359 ആണ്. 3594 359 1.367 375 അല്ലേ? സെവൻത് വൺ ഇത് കിട്ടിയിരിക്കുന്നത് ശരിയാണ്, 1.367. ഓക്കെ. 367ന്റെ f(x)ന്റെ സൈൻ എന്താ വന്നിരിക്കുന്നത്? ഈ സൈൻ f(x) പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? അല്ല മാം, f(x) ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, f(x) ചെയ്തേ. പോസിറ്റീവാ വന്നേക്കണേ. ഇതിനകത്തെ മിസ്റ്റേക്ക് മനസ്സിലായോ? ഇത് പോസിറ്റീവ് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ അടുത്ത ഇന്റർവെല്ലിലോട്ട് നമ്മൾ പോകുമ്പോൾ അല്ലേ, അടുത്ത ഇന്റർവെല്ലിലോട്ട് പോകുമ്പോൾ ഇന്റർവെൽ എന്തായി മാറും? 1.359 പിന്നെ 1.367 ആവും. ഇത് 359 അല്ലേ? 359 ഇന്റർവെൽ 1.367. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ തിരുത്തി വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് തന്നെ പോകണം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കരുത്, വേറെ പ്രോബ്ലം എടുത്ത് ചെയ്യുക. ഇത് ചെയ്താൽ കിട്ടും എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ 359 and x2 value equal to 1.367. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടിയോ? ഇത് പോസിറ്റീവായിട്ട് കിട്ടിയോ? ഇത് നെഗറ്റീവ് അല്ല വരുന്നത്, ഇത് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ഇന്റർവെൽ, ഈ ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടുന്നുണ്ടോ പിള്ളേരെ? ഹലോ, ഓക്കെ. ബാക്കി മുമ്പേ പറഞ്ഞ ആരായിരുന്നു കറക്ഷൻ പറഞ്ഞത്? പ്രണവാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഡെൽജോ, നോയൽ, സുബിൻ കിട്ടുന്നുണ്ടോ? ഹലോ, പ്ലീസ് റെസ്പോണ്ട് കുട്ടികളെ. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ മിസ്റ്റേക്ക് മനസ്സിലായോ? ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ഇന്റർവെൽ വിൽ ബി ചേഞ്ച്ഡ്. താഴോട്ട് വരുമ്പോൾ 1.359 3 ഡിജിറ്റിന് ചെയ്താൽ മതി. ഈ 94 ഒന്നിലോട്ടൊന്നും വരണ്ട. ഇവിടെ 2 ഡിജിറ്റിന് കറക്റ്റ് ചെയ്തോളാം ഇതുണ്ട്.
കറക്റ്റ് അപ് ടു 2 പ്ലേസസ് ഓഫ് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഡിജിറ്റിന് നിങ്ങൾ ചെയ്തു പോയാലും കുഴപ്പമൊന്നുമില്ല. 3 ഡിജിറ്റ് നമ്മൾ ചെയ്യുന്ന എന്താ ഒരു ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്, എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്, അല്ലേ? x1 x2ന്റെ ഡിഫറൻസ് ലെസ് ദാൻ 0.005 വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ 3 ഡിജിറ്റ് ചെയ്ത് അങ്ങ് പോകുന്നത്.
ആ മാം കിട്ടി. ഓക്കെ, എത്ര കിട്ടിയ ആൻസർ? ലാസ്റ്റ് കിട്ടിയത് 1.365 1.366 1.363 അല്ലേ x1 വാല്യൂ, ആൻഡ് 1.367 അല്ലേ? 66 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതായിരുന്നു? എനിക്ക് കിട്ടിയത് എനിക്ക് 1.365 1.366 കിട്ടി. 1.365 1.366 സോറി 365 ആണോ കിട്ടിയേ? 365 1.366. അടുത്തതും പോസിറ്റീവ് വന്നു. ഇല്ല മാം, എനിക്ക് ലാസ്റ്റത്തെ നെഗറ്റീവാ കിട്ടിയത്. അല്ല, ഇവിടുത്തെ മിഡ് പോയിന്റ് എത്ര കിട്ടി നമുക്ക്? ഈ 7th സ്റ്റെപ്പില് നമ്മുടെ x1 x2 എന്ന് പറയുന്ന 1.359 1.367 അല്ലായിരുന്നോ? മാം അത് പോസിറ്റീവാ വന്നത്. അല്ല, ഓക്കെ, അതിന്റെ മിഡ് പോയിന്റ് എത്രയാ കിട്ടിയത്? മിഡ് പോയിന്റ് 1.363 1.363 അല്ലേ? ഓക്കെ, അപ്പം ഇത് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? അത് നെഗറ്റീവ് ആയിരുന്നു അതിന്റെ f(x) കിട്ടിയത്. ആണോ? ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അല്ല മാം, ഇന്റർവെല് ശരിയാണോ? ഇത് 7th സ്റ്റെപ്പിലെ ഇന്റർവെൽ 1.359 1.367 അത് നമ്മൾ മുമ്പേ നോക്കി ചെക്ക് ചെയ്തതാ. അത് കറക്റ്റാ. ഓക്കെ, അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എത്ര വരുന്നു? 1.363 അല്ലേ? അതെ. ഓക്കെ, ഇനി f(x) കണ്ടുപിടിച്ചേ, പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളത്. യെസ് മാം, നെഗറ്റീവ് അല്ലേ വരുന്നത്? ആണോ? ചെക്ക് ചെയ്യുന്നു. നെഗറ്റീവ് 0.035. എത്ര കിട്ടിയത്? പോസിറ്റീവ് ആണോ? നെഗറ്റീവാ മാം കിട്ടിയത്. അപ്പൊ ഇത് നെഗറ്റീവ് ആയപ്പോ ഇന്റർവെല് വന്നിട്ടുണ്ട് 1.363 1.367. ഓക്കെ. Then the difference between x1 x2 നമ്മൾ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്തോണം. x1 x2 എന്ന് പറയുന്നത് എത്ര വരും? 0.004 വന്നു അല്ലേ? അല്ല, x1 മൈനസ് x2 ഈ ഇന്റർവെലിന്റെ ലെങ്ത്. x1 minus x2. Anyway difference between these two. x1 minus absolute value ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ മാം. അതിന് നിർത്തിയാ മതിയല്ലേ? അവിടെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇന്റർവെൽ വരുമ്പോഴൊക്കെ ചെക്ക് ചെയ്തോണം. ആ ഇന്റർവെൽ ഇത്രയും ലെസ് ദാൻ അതാ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാന്ന് അറിയുന്നത്. ലെസ് ദാൻ 0. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ 3 ഡിജിറ്റിന് നമ്മൾ ചെയ്തു പോകുന്നതിന്റെ ഉദ്ദേശം അതാ. മനസ്സിലായോ? x1 മൈനസ് x2 ഇതുണ്ടോ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദിസ് എത്രയാന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം.
ഈ ഓരോ ഇന്റർവെൽ ചെയ്യുമ്പോഴും. മനസ്സിലായോ? അത് ലെസ് ദാൻ 0.005 വന്നു കഴിഞ്ഞാൽ എപ്പോൾ 5-നേക്കാളും ചെറുതായിട്ട് വരുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്തോളുക. ദെൻ അതിന്റെ മിഡ് പോയിന്റ് എടുക്കുക റൂട്ടാസ്. ഏത് ഇന്റർവെല്ലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റ് എടുക്കുക. x1 - x2 ലെങ്ത് അല്ലേ, വിച്ച് ഈസ് ലെസ് ദാൻ 0.005. എപ്പം ലെസ് ആവുന്നോ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ take the root as the midpoint of the two values. ഇവർ ചെയ്തിരിക്കുന്ന തെറ്റാണ്. നമുക്ക് വേണ്ടത് 1.363 plus 1.367 by 2. ഓക്കെ, അപ്പൊ എത്ര കിട്ടി നമ്മുടെ ആൻസർ? ആൻസർ ഈസ് 1. ഇതിന്റെ these two ന്റെ മിഡ് പോയിന്റ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.3651. കിട്ടിയോ ആൻസർ? കിട്ടി. ഇതാണ് ആൻസർ. ഇപ്പൊ മനസ്സിലായി. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ബുക്ക് ലൈൻ്റെ അകത്ത് ചിലപ്പം സംടൈംസ് മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പൊ ഞാനൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ. അപ്പൊ ഈ മെത്തേഡുകളൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടുകളല്ല. ഐട്രേറ്റീവ് മെത്തേഡ് ആയതുകൊണ്ട് നമുക്കറിയാം സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും എവിടെ കൺവേർജ് ചെയ്യുന്നവരെ. ഓക്കെ, അപ്പോൾ ഓരോ മെത്തേഡും എഴുതി അതിന്റെ ഫോർമുലകൾ എഴുതുക, എങ്ങനെയാണ് അടുത്ത പോയിന്റിലോട്ട് വരുന്നത് നോക്കുക, അങ്ങനെ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, shall we move to the next method? ഓട്ടെ, ഹലോ, അടുത്ത മെത്തേഡിലോട്ട് പോട്ടെ. ഓക്കെ, എല്ലാം ഈ ഇറ്ററേറ്റീവ് മെത്തേഡ്സുകളാണ്, ഒരേ കാറ്റഗറിയിലാണ് പോകുന്നത്. അതിൻ്റെ അകത്തൊക്കെ നമ്മുടെ നെക്സ്റ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ള വേരിയേഷൻ മാത്രമേ ഉള്ളൂ. Okay, now come to the regular falsy method. In this method, we find two values of x, say x1, x2, where functional values are of opposite sign. ഇവിടെ എല്ലാം നമ്മൾ അങ്ങനെയാണ്. അതിന്റെ റൂട്ട് ലൈസ് ബിറ്റ്വീൻ x1 x2. അപ്പം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ x1 x2നെ ഇന്റർവെൽ ഐഡന്റിഫൈ ചെയ്യുക. അവിടെ നമുക്കൊരു റൂട്ട് ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇനിഷ്യൽ പോയിന്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, let us express the function as y equal to f of x, and we are interested in finding the value of x where the curve y of x intersect x-axis, that is y equal to 0. അതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. We identify the 2 points x1, y1 എന്ന് പറയുന്നത് എന്താ? ഫങ്ഷണൽ വാല്യൂ y1 equal to f of x1. Is it clear? Yes, ma'am. നൊട്ടേഷൻ മാറുമ്പോൾ എന്താ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഫങ്ഷണൽ വാല്യൂ and x2, y2 on the curve. Then we approximate the curve by straight line joining these 2 points. We find the point x-axis where the line cuts the x-axis. അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതൊരു കർവ് വരച്ചിട്ട് ഇവിടെ ഈ x-axisൽ ഫങ്ഷണൽ വാല്യൂ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫങ്ഷണൽ വാല്യൂ y equal to f of x അത് x-axisനെ എവിടെ കട്ട് ചെയ്യുന്നു ആ പോയിന്റ് ആണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്നത്. അപ്പൊ ആ ഫംഗ്ഷനെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് വരച്ചു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിലോട്ട് ഈ വേയിൽ നമ്മൾ സൊല്യൂഷനിലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, വി ഫൈൻഡ് ദ പോയിന്റ്. ഓക്കെ, ലൈൻ എക്സ്, ഇത് ഇക്വേഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ലൈൻ ത്രൂ ദ 2 points. സി, നമ്മൾ സ്കൂളിൽ പഠിച്ച സാധനമായിരുന്നു. ഇക്വേഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2 points x1 y1 x2 y2 എന്ന് പറയുന്നത് ഏതായിരുന്നു? y minus y1 equal to സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1, m1 ഇൻറ്റു എക്സ് മൈനസ് x1 എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ പഠിച്ചത് അല്ലേ? നമ്മുടെ പോയിന്റ്, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേർ y ഈക്വൽ ടു 0 സോ നമ്മുടെ ഇതിനെ y ഈക്വൽ ടു 0 പുട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നെക്സ്റ്റ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഏത് വരും? x ഈക്വൽ ടു, ഈ ഫോർമുല ഓർത്തിരിക്കുക. ഇനിഷ്യലി വി ഹാവ് 2 points. ആ 2 points നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തേ? x1 x2 ആർ ഓഫ് ദ ഓപ്പോസിറ്റ് സൈൻ ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ ഫംഗ്ഷണൽ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്തു. അതാണ് 2 points നമുക്ക് കിട്ടുന്നത്, x1 y1 x2 y2. y എന്ന് പറയുന്നത് ഏതാ? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷണൽ വാല്യൂ അറ്റ് x2, f of x2 ആണ്. y1 എന്ന് പറയുന്നത് f of x1. ഇസ് ഇറ്റ് f of a f of b ചെയ്ത പോലെ തന്നെ
ഇവിടെ നൊട്ടേഷൻ x1 x2 യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. നൗ വി ചെക്ക് ദ സൈൻ ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ പുതിയ പോയിന്റ് കണ്ടുപിടിച്ചു. മറ്റേ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ മിഡ് പോയിന്റ് ആയിരുന്നു ഐഡന്റിഫൈ ചെയ്തത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ നമ്മൾ അങ്ങനെയല്ല. അടുത്ത പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന എക്സ് ഈക്വൽ ടു, അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന x1 പ്ലസ് x2 ബൈ 2 ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. എക്സ് ഈക്വൽ ടു, ആ ഒരു വ്യത്യാസമുള്ളൂ ഈ മെത്തേഡ്സിലെല്ലാം വരുന്നത്. അടുത്ത പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള വ്യത്യാസമാണ് ഈ മെത്തേഡ്സിൽ വരുന്ന മെയിൻ വേരിയേഷൻ എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ ഫോർമുല ഓർത്തിരിക്കണം. എക്സ് നെക്സ്റ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു x1 y2 മൈനസ് x2 y1 ബൈ y2 മൈനസ് y1. Now we check the sign of f of x and proceed like as we did in the bisection method. ഇതിന്റെ എഫ് ഓഫ് എക്സിന്റെ എന്താ പറയാ സൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് സി, ഇവിടെ നമുക്ക് x1 x2 ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ ആയിരുന്നു. ബൈസെക്ഷൻ മെത്തേഡ് നമ്മൾ മിഡ് പോയിന്റ് ചെയ്തു. ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് അല്ല ചെയ്യുന്നത്. വി ആർ ഐഡന്റിഫൈങ് ദ വാല്യൂ ഓഫ് എക്സ് by using this formula. Is it clear? Yes, ma'am. Okay. ആ പോയിന്റിൽ നമ്മൾ എഫ് ഓഫ് എക്സ് നോക്കുക. എഫ് ഓഫ് എക്സിന്റെ സൈൻ ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. എഫ് ഓഫ് എക്സിന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ വി ടേക്ക് ദിസ് ഇന്റർവെൽ, അല്ലേ? എഫ് ഓഫ് എക്സിന്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ വി ടേക്ക് ദിസ് ഇന്റർവെൽ. എന്ന് വെച്ചാൽ രണ്ട് പോയിന്റിന്റെ ഫംഗ്ഷണൽ വാല്യൂസ് ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ വരണം. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ ഹലോ, ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ ഓക്കെ. സോ നമ്മൾ അതുപോലെ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇവിടുന്ന് നമ്മൾ ഒരെണ്ണം x1 ആക്കി അടുത്ത x2 ആക്കി നമ്മൾ ചെയ്യുന്നു. സപ്പോസ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് x1 ആകും, ഇത് x2 ആകും. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഇതേ ഫോർമുല അപ്ലൈ ചെയ്ത് അടുത്ത എക്സ് പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നു. അത് പോസിറ്റീവോ നെഗറ്റീവോ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഇന്റർവെലിനെ നമ്മൾ സ്മോൾ ആക്കി ഒരു സ്മോൾ ഇന്റർവെലിലോട്ട് വരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. The main difference between bisection method and a regular falsy method is that for finding the next interval from the current interval x1 x2, in bisection we use x1 plus x2 by 2, whereas in regular falsy we use the formula A. Formula A എന്ന് പറയുന്നത് ഏതാ? This one. Okay, ഈ പ്രോബ്ലം ചെയ്യാം. ഹലോ, Yes, ma'am. അപ്പൊ ഈ ഫോർമുല ഒന്ന് എഴുതി വെച്ചു. In the regular falsy method we have 2 points x1 x2, x1 y1 and x2 y2. The next point on the x-axis is calculated by using the formula x equal to x1 y2 minus x2 y1 by y2 minus y1. ഈ ഫോർമുലകളൊക്കെ ഓർത്തിരുന്നോണം. റെഗുലർ ഫാൾസിയുടെ ഫോർമുല ഫോർ ദ നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, മുന്നോട്ട് പോവാം. Yes, ma'am. Okay, now find the positive root of x cube plus 4x square minus 10 equal to 0 by regular falsy method. Compute up to 2 decimal places only. So നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ മുമ്പേ ചെയ്തതിന്റെ സെയിം പ്രോബ്ലം ആണ്. അതുകൊണ്ട് നമ്മൾ x1 x2 1 and 2 ആയിട്ട് നമുക്ക് എടുത്ത് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. അതോ ഒന്നുകൂടി ചെയ്ത് നോക്കണോ? ഹലോ, ഓക്കെ. അപ്പൊ അത് മറന്നു പോരുത്. 0 1 2 3 ഫങ്ഷണൽ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക, അല്ലേ? ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും വരുന്ന ഇന്റർവെലിനെ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നപ്പോൾ നമ്മൾ x1 ഈക്വൽ ടു 1ഉം x2 ഈക്വൽ ടു 2ഉം കിട്ടി. സോ y1 എന്ന് പറയുന്നത് ഏതാ? എഫ് ഓഫ് x1. y1ന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക, y2ന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ദേ ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ദ ഫസ്റ്റ് ഐട്രേഷനിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? x1 y2 മൈനസ് x2 y1, അല്ലേ? ഡിവൈഡ് ബൈ y2 മൈനസ് y1. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, Yes, ma'am. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ അടുത്ത ഇറ്ററേഷനിലോട്ട് പോയാൽ മതി. ദെൻ നമുക്ക് 1.26 കിട്ടും ഇവിടെ. അവിടെ നമ്മൾ വീണ്ടും ഫങ്ഷണൽ വാല്യൂ നോക്കുക, പോസിറ്റീവോ നെഗറ്റീവോ. ഇവിടെ നമുക്ക്
x1 എന്ന് പറയുന്ന 1 ആയിരുന്നു, x2 എന്ന് പറയുന്ന 2 ആയിരുന്നു. നമ്മൾ അടുത്ത പോയിന്റ് x എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിച്ചത് 1.26 ആണ്. 1.26 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സി, അതിന്റെ ഫങ്ഷണൽ വാല്യൂ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി, റൈറ്റ്? നമുക്കറിയാം ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ അടുത്ത പോയിന്റ് ഏത് വരും? 1.26 1.26 ആൻഡ് അതിന്റെ ഫങ്ഷണൽ വാല്യൂ അല്ലേ? അടുത്ത x1 y1 എന്ന് പറയുന്നത് ഏത് വരും? 1.26 ആൻഡ് അതിന്റെ ഫങ്ഷണൽ വാല്യൂ മൈനസ് 1.65 ആൻഡ് 2 ആൻഡ് ഫങ്ഷണൽ വാല്യൂ 4. ഈസ് ഇറ്റ് ക്ലിയർ? 14, 2 and 14. Yes, ma'am. Clear. അവിടെ ആ സ്റ്റേജിൽ അതുപോലെ നമ്മൾ എക്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ആ എക്സിന്റെ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷണൽ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ നോക്കുക. വീണ്ടും ഇന്റർവെല്ലിനെ റീഅറേഞ്ച് ചെയ്ത് x1 x2 പോയിന്റുകളെ വീണ്ടും നമ്മൾ മോഡിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്തു വരിക. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ ചെയ്തു വന്നേ. ഈ ഫോർമുല ഓർത്തിരിക്കണം, മറന്നു പോകരുത്. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തു, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്തു വരണം കേട്ടോ. ഫംഗ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് പോയിന്റുകളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, മറന്നു പോകരുത്. മറ്റേ എഫ് ഓഫ് എക്സ് കിട്ടി. അപ്പോ അതിന്റെ ഇന്റർവെൽ എങ്ങനെയാ മാം പറഞ്ഞേ? എഫ് ഓഫ് എക്സ് കിട്ടി കഴിയുമ്പോൾ നെഗറ്റീവ് കിട്ടി. കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇവിടെ x1 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് അല്ലെ? ഇത് x1, ഇത് x2, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. നമ്മുടെ x എന്ന് പറയുന്ന പോയിന്റ് എത്ര കിട്ടിയ? 1.26. ഓക്കെ, അത് നെഗറ്റീവ്. അപ്പൊ നമ്മൾ ഏതെടുക്കും? ഇത് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ഇത് x1 1.26 x1ഉം 2 x2 ആയിട്ടും വരും. അതിന്റെ ഫങ്ഷണൽ വാല്യൂ y1, ഇതിന്റെ ഫങ്ഷണൽ വാല്യൂ y2. നോക്ക്, 1.26 ആൻഡ് എഫ് ഓഫ് എക്സ്. ദിസ് ഈസ് x1, ദിസ് ഈസ് എഫ് ഓഫ് x1. മനസ്സിലായി? നമ്മൾ ഓരോ സ്റ്റേജിലും x1നെ x2നെ നമ്മൾ റീഡിഫൈൻ ചെയ്തെടുക്കും. ഓക്കെ, കാരണം ഇതിന് ഫങ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ വരുന്നതിൻ്റെ അകത്തായിരിക്കും ഇന്റർവെല് ഇത് റൂട്ടിലായി ചെയ്യുന്നത്. നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ് ചെയ്തില്ലേ? അവിടെ നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇവിടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് ചെയ്തു. ഈ ഫോർമുലയിലാണ് അടുത്ത പോയിന്റ് കണ്ടുപിടിച്ചത്. ആ ഒരൊറ്റ വ്യത്യാസം ഇവർ തമ്മിലുള്ളൂ. x2 y2 മാറ്റം ഉണ്ടാവില്ലല്ലോ? x2 y2 മാറ്റമില്ല, പക്ഷെ x1 y1 മാറി ഈ സ്റ്റേജിൽ. നെഗറ്റീവ് വരണം പോലെ. അതായത് നമ്മൾ കുറച്ചുകൂടി ആ ഇന്റർവെല്ലിനെ നോക്കിയാൽ നമ്മൾ കുറച്ചുകൂടി ഷോർട്ടൻ ചെയ്ത് കൊണ്ടുവരിക. കൊണ്ടുവന്ന് ഇന്റർവെൽ എവിടെ വരണം നിൽക്കണം? ലെസ് ദാൻ ഇന്റർവെല്ലിന്റെ ഡിഫറൻസ് x1 മൈനസ് x2 ലെസ് ദാൻ 0.005 വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തോളുക. അല്ലെങ്കിൽ രണ്ട് വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരും, കൺവേർജ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എയ്തർ ദ ഡിഫറൻസ് ലെസ് ദാൻ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തോളുക, അല്ലെങ്കിൽ രണ്ട് വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ചെയ്തു.
സെക്കൻഡ് ഇറ്ററേഷനിൽ വൈന്റെ വാല്യൂ -0.411 ആണോ? 1.34 കിട്ടിയോ ആ എക്സിന്റെ വാല്യൂ? ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -0.41. അപ്പൊ എക്സ് മാറ്റല്ലേ ചെയ്യാം? ഇത് മൈനസ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്താവും? നമ്മള് വീണ്ടും x1 മാറും അല്ലേ? 1.26 കഴിഞ്ഞ് ഇതിന്റെ റൈറ്റ് സൈഡ് 1.34 വന്നു, അത് നെഗറ്റീവായി. അപ്പൊ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. എന്ത് ചെയ്യും നമ്മള്? x1 x2 വീണ്ടും മാറും. x1 y1 മാറും, x2 y2 ഇവിടെ ചേഞ്ച് ഇല്ല വീണ്ടും. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ y1 ആണോ മാറ്റാ? പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നേരെ തിരിഞ്ഞേനെ. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇന്റർവെലിന്റെ അകത്ത് നമ്മൾ ആ പോയിന്റ് നോക്കുക. ആ പോയിന്റിന്റെ ഫംഗ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ വരുന്ന ഏതാണോ ഇന്റർവെൽ, ആ ഇന്റർവെലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പം ബൈസെക്ഷൻ മെത്തേഡ് ചെയ്തില്ലേ? സെയിം വേ. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ച് തന്നെ നിങ്ങൾ നോക്കി പോക്കണം ഓരോ പ്രാവശ്യം. ഇത് ഒരെണ്ണത്തെ തന്നെ വരയ്ക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ചിലപ്പോൾ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കിനും. ആദ്യത്തെ പ്രാവശ്യം വരച്ചത് നമുക്ക് ഈ ഒരെണ്ണമായിരുന്നു, അവിടെ നമ്മൾ 1.26 എടുത്തു. അടുത്തത് നമ്മൾ വരയ്ക്കുമ്പോൾ 1.26ഉം 2 ആയിരുന്നു നമുക്ക്, റൈറ്റ്? നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 1.34 ആണ് അല്ലേ? 1.26ന്റെ ഫംഗ്ഷണൽ വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടുത്തെ y2 എഫ് ഓഫ് y2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു. ഇത് നമുക്ക് ഏതാ കിട്ടിയത്? നെഗറ്റീവാ കിട്ടിയത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്റർവെലിന്റെ അകത്ത് ഇത് ഈ പോയിന്റ് x1 y1ഉം ഈ പോയിന്റ് x2 y2ഉം വരും അല്ലേ? ഈ പോയിന്റ് അതിന്റെ y1 വാല്യൂ, ഇത് x2 പോയിന്റ് അതിന്റെ y2 വാല്യൂ. y2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x2. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഓരോ പ്രാവശ്യം ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കിയാൽ മതി സംശയം ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, തെറ്റിപ്പോരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് നോക്കിയാൽ മതി. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അത് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ പുതിയ പോയിന്റിന്റെയാണ് നോക്കുന്നത് സൈൻ. ഈ സപ്പോസ് ഇത് പോസിറ്റീവ് ആയിരുന്നെങ്കിലോ നമ്മൾ ഇത് രണ്ടും എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും എടുത്തു.
കറക്റ്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്തില്ലേ എക്സ്? 1.36 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു ഇല്ലേ? തേർഡിലും ഫോർത്തിലും. ഞാൻ തേർഡ് ചെയ്തിട്ടുള്ളൂ. തേർഡ് കഴിഞ്ഞ് അടുത്ത ഫോർത്തിലോട്ട് വന്നേ. ഓക്കെ. കാരണം നമുക്ക് ഇതിന്റെ ഡിഫറൻസ് 1.34ഉം 2 ഡിഫറൻസ് ലെസ് ദാൻ 0.005 വന്നിട്ടില്ല. അപ്പൊ ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോളുക. എക്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർത്ത് ഇറ്ററേഷൻ കിട്ടി, 1.36 കിട്ടി. അത് റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റൂട്ട് എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു 1.36. ഓക്കെ. കംപ്ലീറ്റ് ആക്കിയോ? വാട്ട് അബൌട്ട് അതേഴ്സ്? ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ആക്കിയോ കുട്ടികളെ? 1.36 റിപ്പീറ്റ് ചെയ്തോ? പ്രണവ് ചെയ്യണ്ടായിരുന്നു, നെറ്റ്വർക്ക് കണക്ടിവിറ്റി കാരണം പോയതാ. ആണോ? എന്തിലെത്തിയോ? അവൻ സെക്കൻഡ് ഇറ്ററേഷൻ വരെ ചെയ്തു തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ ലെഫ്റ്റ് ആയി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലോട്ട് പോട്ടെ. പോവാം. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ഈ സീക്കൻ. ഇതെല്ലാം ഒരേ കാറ്റഗറി പെട്ടതാണ്. അടുത്ത സീക്കൻ മെത്തേഡ്, ലൈക്ക് റെഗുലർ ഫാൾസി മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ഓൾസോ 2 values say x1 x2 are chosen in the neighborhood of the actual root. അതായത് ഓപ്പോസിറ്റ് സൈൻ വരുന്ന x1 x2 നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബട്ട് they may be on the same side or on the opposite side. അവര് ഫങ്ഷണൽ വാല്യൂ അവിടെ ഈ സീക്കൻഡ് മെത്തേഡില് എഫ് ഓഫ് x1ന്റെ വാല്യൂസ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2 എയ്തർ സെയിം സൈൻ ആവാം ഓർ ഓപ്പോസിറ്റ് സൈൻ ആവാം. Okay. Then a straight line is drawn through x1 y1 and x2 y2, and the position of x is found where it intersects x-axis. Then we take the points xy and x1 y1 or x2 y2 and draw straight line and find the point of intersection with x-axis and so on. Okay. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സീക്കൻഡ് വരച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് നോൺ ആസ് ദ സീക്കൻഡ് മെത്തേഡ്. ഇവിടെ നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2 ഓപ്പോസിറ്റ് സൈനോ സെയിം സൈനോ ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന അടുത്ത പോയിന്റ്? ഇവിടെ നമ്മൾ y എന്ന് പറയുന്ന പോയിന്റ്, അടുത്ത നെക്സ്റ്റ് പോയിന്റ് എക്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ സെയിം ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും അടുത്ത് വരുന്ന 2 പോയിന്റുകളെയാണ് നമ്മൾ അങ്ങ് എടുക്കുന്നത്. ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. മറ്റേടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഫങ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ വരുന്നതായിരുന്നു നമ്മൾ എടുക്കുന്നത്. എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെങ്കിൽ x1 ആൻഡ് x2 എന്ന് പറയുന്ന 2 പോയിന്റ്സുകളെ നമ്മൾ എടുത്തു. ഇവിടെ ഫങ്ഷണൽ എഫ് ഓഫ് x1 നെഗറ്റീവ്, ഇവിടെ എഫ് ഓഫ് x2 പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ അങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല. x1 x2 ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന, അല്ല ഏറ്റവും ലെങ്ത് കുറഞ്ഞത് ഏതാണോ അടുത്ത എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം
ആ ഇന്റർവെൽ എടുത്തെടുത്താണ് നമ്മൾ പോകുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ. അപ്പൊ നമ്മൾ റെഗുലർ ഫോൾസി ചെയ്ത അതേ മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പോയിന്റ് എടുക്കുമ്പോൾ എന്താ പറയുക, ഏറ്റവും ലെങ്ത്, ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള ഇന്റർവെൽ ഏതോ അതിനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. നൗ സി വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഷോ 4 iteration. അപ്പം 4 iteration ചെയ്താൽ മതി. ഓഫ് secant method for finding the root of the equation x cube plus 4x square minus 10 equal to 0 near. ഇവിടെ നമുക്ക് ഇനീഷ്യൽ പോയിന്റ് തന്നിട്ടുണ്ട് x equal to 0, x equal to 1. കമ്പ്യൂട്ട് അപ് ടു 2 decimal places only. അപ്പൊ ഇവിടെ നമുക്ക് ഇനീഷ്യൽ പോയിന്റ് നമ്മൾ സി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ബാക്കി മെത്തേഡുകളിലൊക്കെ നമ്മൾ ഇനിഷ്യൽ പോയിന്റ് നമുക്ക് തരാത്തത് കൊണ്ടാണ് നമ്മൾ ഫങ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ വരുന്ന 2 ഇനിഷ്യൽ പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നമുക്കറിയാം ഫങ്ഷണൽ വാല്യൂ എക്സ് ഈക്വൽ ടു, നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് 1നും 2നും ഇടയ്ക്കായിരുന്നു. ഇവിടെ നമുക്കറിയാം ഇതുകൊണ്ട് സെയിം സൈൻ ആണ്. പക്ഷെ ഇവിടെ നമുക്കൊരു ഒരു പോയിന്റ് തന്നിരിക്കുന്നുണ്ട്, നമ്മൾ അതേപ്പറ്റി ബോധർ ചെയ്യേ വേണ്ട. ഇനിഷ്യൽ പോയിന്റ്സ് ആർ ഗിവൺ. ഓക്കെ. ഓക്കെ. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇതാണ്. x1 എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ്. ദെൻ y1 എന്ന് പറയുന്നത് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. x2 എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. അതിന്റെ എഫ് ഓഫ് x2 y2 എന്ന് പറയുന്ന വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ നമുക്ക് 2 പോയിന്റ് കിട്ടുന്നു. ഈ പോയിന്റിൽ ഈ 2 പോയിന്റുകൾ, അതായത് 0, 1 എന്ന് പറയുന്ന x1 x2ന്റെ വാല്യൂലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ടും ഫംഗ്ഷണൽ വാല്യൂ രണ്ടും സെയിം ആണ്. കാരണം നമുക്ക് ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്, നമ്മൾ അതെ കൊണ്ട് ബോധർ ചെയ്യുന്നില്ല. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ x1 y1 x2 y2 യൂസ് ചെയ്തിട്ട് എക്സ് എന്ന് പറയുന്ന അടുത്ത പോയിന്റ് ചെയ്യുന്നു. ഏതാ? നമ്മൾ റെഗുലർ ഫാൾസി ചെയ്ത അതേ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. ഏതാ നമ്മുടെ ഫോർമുല? നെക്സ്റ്റ് പോയിന്റ് x1 y2 മൈനസ് x2 y1 by y2 minus y1. Is it clear? യെസ് മാം. അവിടെ നമുക്ക് അപ്പൊ ഇത്ര ചെയ്തു വാ, എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇത്രയും ചെയ്തു. ഇവിടെ നമ്മളോട് 4 iteration എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 iteration, ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അതുപോലെ ഫോളോ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ വക കാര്യങ്ങൾ തരാത്തപ്പോഴാണ് നമ്മളത് കൺവേർജ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് 0.005 ലെസ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് നമ്മൾ അന്നേരം മതി. ഇവിടെ നമുക്ക് 4 സ്റ്റെപ്പ് കൊണ്ട് 4 iteration ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th iteration കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോളുക. ഓക്കെ, ഇനിഷ്യൽ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, ചെയ്യും.
Ma'am, fourth iteration, 1.33. അല്ല, നമ്മുടെ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഏതാ ഇന്റർവെൽ എടുത്തത്? ഇന്റർവെല് എടുക്കണ്ടല്ലോ, മറ്റേ x1 കിട്ടിയ ആൻസർ വെച്ചിട്ടാണല്ലോ പറഞ്ഞേ. അല്ല, നമ്മുടെ എഫ് ഓഫ് എക്സ് കിട്ടിയില്ലേ? അപ്പൊ ഈ സി നമ്മളോട് ആദ്യം ഒരു 0, 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. ഈ ഇന്റർവെല്ലിന് ഔട്ട് ഓഫ് ഇന്റർവെൽ ആയിരുന്നു കണ്ടുപിടിച്ചത്. സപ്പോസ് എക്സ് ഇവിടെ 1 ആണെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടിയ പോയിന്റ് എത്രയായിരുന്നു? 2 ആയിരുന്നു പോയിന്റ് കിട്ടിയത്. ഓക്കെ, നമ്മൾ മറ്റേ ചെയ്ത പോലെയല്ല. നമ്മൾ മറ്റേടത്തൊക്കെ ചെയ്തത് നമ്മൾ ഓപ്പോസിറ്റ് സൈൻ വരുന്ന ഇന്റർവെല്ലിനെ എടുത്തിട്ട് ആ ഇന്റർവെല്ലിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഷോർട്ടൻ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. ഓക്കെ, പക്ഷെ സീക്കൻഡ് മെത്തേഡിൽ അങ്ങനെയല്ല. കാരണം നമ്മൾ ഫങ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ വരണമെന്നോ നിർബന്ധമില്ല. നമുക്ക് സെയിം സൈൻ ആകാം, ഓപ്പോസിറ്റ് സൈൻ ആവാം. ഓക്കെ, അതല്ല നമ്മൾ പറഞ്ഞത്. ഓക്കെ, x1, x2 are chosen in the neighborhood of the actual root, but they may be on the same side or on the opposite side of the root. മറ്റേടത്തൊക്കെ നമുക്ക് x1 ഉം y1 ഉം രണ്ട് സൈഡിലായിരുന്നു. ഇവിടെ അങ്ങനെ നിർബന്ധം ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. ആ പോയിന്റ് എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ 0, 1 ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്ത പോയിന്റിൽ 2നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 1 എടുക്കുള്ളൂ, അല്ലെ നമ്മുടെ ഇന്റർവെൽ വീണ്ടും ഹയർ ആയി പോകും. ഓക്കെ, അപ്പൊ നമ്മൾ x1നെ 1 ആയിട്ടും x2നെ 2 ആയിട്ടും എടുത്തു. ഓക്കെ, അതിന്റെ ഫംഗ്ഷണൽ വാല്യൂ ഓപ്പോസിറ്റ് ആണോ നോക്കണ്ട, പക്ഷെ ഫംഗ്ഷണൽ വാല്യൂ നോക്കിയാൽ മതി. 1ന്റെ എഫ് ഓഫ് y1 എന്ന് പറയുന്നത് -5ഉം എഫ് ഓഫ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് y2 എന്ന് പറയുന്നത് 14ഉമാണ്. ഇനി അടുത്ത പോയിന്റ് എക്സ് കണ്ടുപിടിക്കുക. അല്ല, അടുത്ത പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കാം എങ്ങനെയാ നമ്മൾ അതിലോട്ട് വരുന്നെന്നുള്ളത്. ഈ പോയിന്റ് കണ്ടുപിടിക്കേ. ഈ പോയിന്റ് ആയിരുന്നോ കിട്ടിയത് സെക്കൻഡ് ഇറ്ററേഷനില്? അല്ല, ഓക്കെ, 1 മിനിറ്റ്. സെക്കൻഡ് ഇറ്ററേഷനില് എക്സ് എന്ന് പറയുന്ന പുതിയ പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് 1.26 ആയിരുന്നോ? ഓക്കെ, ഇനി 1 ഇപ്പൊ നമ്മള് ഈ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് മാറ്റി, അല്ലേ? 1നും 2നും ഇടയ്ക്കായി. ഇനി നമ്മൾ ഇവിടെ 1.26 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ 1.26 വന്നു, അല്ലേ? ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് നമുക്കുള്ളത്. ഇവരിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന 2 പോയിന്റുകൾ ആരൊക്കെയാ? 1ഉം 1.26. മറ്റേടത്തൊക്കെ നമ്മൾ സൈൻ നോക്കിയാ ചെയ്ത്, ഇവിടെ നമ്മൾ സൈൻ നോക്കുന്നില്ല. സൈൻ നോക്കുന്നില്ലല്ലോ, അതല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നോക്കിയായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം 0ക്കും 1നും ഇടയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഇവിടെ നോക്കി, ഇത് ഫംഗ്ഷണൽ വാല്യൂ മൈനസ്, ഇവിടെ ഫംഗ്ഷണൽ വാല്യൂ മൈനസാ. അതേപ്പറ്റി നമ്മൾ ബോധർ ചെയ്യണ്ട. സീക്കൻഡ് മെത്തേഡ് ചെയ്യുമ്പോൾ ഫംഗ്ഷണൽ വാല്യൂവിനെ പറ്റി ബോധർ ചെയ്യരുത്. ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. കമ്പയർ ചെയ്തങ്ങ് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത പോയിന്റ് വന്ന 1.26 ആണ്. 1നും 2നും ഇടയ്ക്കുള്ള പോയിന്റിൽ ഇമ്മീഡിയറ്റ് അടുത്ത് വരുന്ന 2 പോയിന്റുകൾ ആരൊക്കെയാ? 1ഉം 1.26. നമ്മളെ ഈ ഇന്റർവെല്ലിനെ കുറച്ച് രണ്ടിനെയും കൂടെ ഏറ്റവും മിനിമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാ, അല്ലേ നമ്മുടെ ഉദ്ദേശം? ഓക്കെ, അപ്പൊ നമ്മൾ ഏതെടുക്കും? ഇത് x1 ആയിട്ട് എടുക്കും, ഇതിനെ x2 ആയിട്ടും എടുക്കും. ഇസ് ഇറ്റ് ക്ലിയർ? അത് റൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇതാണ്. ഈ നമ്മുടെ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ഇറ്ററേഷൻ വരുമ്പോൾ നമ്മുടെ പോയിന്റ് 1ഉം 2 ആയിരുന്നു. നമുക്ക് പുതിയ പോയിന്റ് കിട്ടിയ 1.26 ആണ്. ഈ ഇന്റർവെലിന്റെ അകത്ത് ഏറ്റവും ലെങ്ത് കുറഞ്ഞത് ഈ 1നും 1.26നും ഇടയ്ക്കല്ലേ? ഇവിടെ ലെങ്ത് കൂടുതലല്ലേ? അപ്പൊ നമ്മൾ ഏതെടുക്കും? ഈ ലെങ്ത് കുറഞ്ഞ ഇന്റർവെലിനെയാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് സീക്കൻഡ് മെത്തേഡില്. അതേസമയം നമ്മുടെ ബൈസെക്ഷൻ മെത്തേഡിലോ നമ്മുടെ റെഗുലർ ഫോൾസി മെത്തേഡിലൊക്കെ ഓപ്പോസിറ്റ് സൈൻ വരുന്നതായിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. സി ക്ലിയർ? Is it clear? Yes, ma'am. ഓക്കെ, അപ്പം മറന്നു പോരുത്. ഓരോ മെത്തേഡിന്റെയും പ്രത്യേകത ഓരോന്നും ആയിരിക്കും.
അപ്പൊ ഇവിടെ നമ്മൾ 1ഉം 1.26ഉം ചെയ്യും അടുത്ത ഇറ്ററേഷനിലോട്ട് പോകുമ്പോൾ. നോക്കിയേ, 1 1.26. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 1, x2 എന്ന് പറയുന്നത് 1.26. കിട്ടിയോ പോയിന്റ്? 1.39 എന്നുള്ള പോയിന്റ് കിട്ടിയോ? അത് റൗണ്ട് ഓഫ് ചെയ്തിട്ടല്ലേ എനിക്ക് കിട്ടിയത് 1.388. ഓക്കെ, 1.39 കിട്ടി. 1.39 പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് എത്ര വരും? ഇതിന്റെ ഔട്ടിൽ വരും അല്ലെ, 1.39. അതെ. റൈറ്റ്. ഇനി നമ്മൾ ഈ 3 പോയിന്റ് കിട്ടുന്നതിൽ നോക്കുക, ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് വരുന്ന അല്ലെങ്കിൽ ഇന്റർവെൽ ഏറ്റവും സ്മോൾ വരുന്ന ഇന്റർവെൽ ഏതായിരിക്കും? ഈ ഇന്റർവെൽ ആണ് സ്മോൾ ഇതിനേക്കാളും, അല്ലേ? ഡിഫറൻസ് ഓഫ് ദീസ് ടുനേക്കാളും ഡിഫറൻസ് കുറവ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്ത പോയിന്റ് x1 x2, അതായത് തേർഡ് ഐട്രേഷൻ കഴിഞ്ഞ് ഫോർത്ത് ഐട്രേഷൻ വരെ ചെയ്യാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഫോർത്തുകൊണ്ട് നമുക്ക് നിർത്താം. ഫോർത്ത് ഐട്രേഷനിൽ x1നെ നമ്മൾ 1.26ഉം x2നെ 1.39ഉം ആയിട്ട് എടുക്കും. ഇസ് ഇറ്റ് ക്ലിയർ? സീക്കൻഡ് മെത്തേഡ് ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ബൈസെക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ, റെഗുലർ ഫോൾസി ആയിക്കോട്ടെ, സീക്കൻഡ് ആയിക്കോട്ടെ, ഓരോ പ്രാവശ്യം നിങ്ങൾ ഇരുന്ന് വരയ്ക്കുക. ഇവിടെ നമുക്ക് ഇന്റർവെലിന്റെ ലെങ്ത് ഏറ്റവും ഷോർട്ട് ഏതാണോ വരുന്നത് അതിനെയാണ് നമ്മൾ മിനിമം ലെങ്ത് വരുന്ന ഇന്റർവെലിനെ എടുക്കുക ചെയ്യുന്നത്. ഇവിടെ മറ്റേടത്ത് അങ്ങനെയല്ല, ഓപ്പോസിറ്റ് സൈൻ വരുന്ന എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ആ പോയിന്റുകളെ മാർക്ക് ചെയ്താൽ നമുക്ക് മിസ്റ്റേക്ക് വരാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ചെയ്തു വാ. ഫോർത്ത് ഐട്രേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ഇനി നമ്മളോട് ഐട്രേഷൻ നമ്പർ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ഓക്കെ, ഇത് ചെയ്തു വന്നിട്ട് പറയാം.
Yes, ma'am. 1.36 കിട്ടി. 1.36 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർത്ത് ഐട്രേഷനിൽ നിർത്തിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നൗ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ഈക്വൽ ടു 1.36. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, സപ്പോസ് നമ്മളോട് ഫോർത്ത് ഐട്രേഷൻ എന്ന് പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് പോക്കണം. എങ്കിലേ നമുക്ക് അതിന്റെ ഡിഫറൻസ്, ലെങ്തിന്റെ ഡിഫറൻസ് 0.005 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലെസ് ദാൻ, അല്ലേ? അതെ. അപ്പൊ നമ്മൾ 3 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് പോക്കണം. ഇത് ഫോർത്ത് ഐട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ബോധർ ചെയ്യേണ്ട. 4ാമത്തെ ഐട്രേഷൻ കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ അകത്ത് അതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ക്രൈറ്റീരിയയിലോട്ട് വരിക. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് നോൺ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷനിലോട്ട് വരുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്, അതുകൂടി പഠിക്കാം. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ബൈസെക്ഷൻ മെത്തേഡ്, regular falsy method, secant method. Now come to Newton-Raphson method. Okay, പോട്ടെ? ഹലോ. Yes, ma'am. Proceed ചെയ്യാം. The Newton-Raphson's method, or commonly known as NR method, is most popular for finding the roots of an equation. Its approach is different from all other methods discussed earlier in the sense that it uses only one of the value x in the neighborhood of the root instead of 2. ഇവിടെ നമ്മൾ ഒരൊറ്റ വാല്യൂ മതി. ആ ഒരൊറ്റ വാല്യൂയിൽ നിന്ന് നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ആ പോയിന്റിൽ നിന്ന്. ഓക്കെ, ദ മെത്തേഡ് ഈസ് എക്സ്പ്ലെയിൻഡ്. Now let us suppose that we want to find the root of the equation f of x equal to 0 while y equal to f of x. Represents a curve and we are interested in finding the point where it cuts the x-axis. അതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. Let x equal to x naught be the initial approximate value of the root close to the actual value. We evaluate y of x naught, functional value, that is y naught. The point x naught, y naught lies on the curve y equal to fx. We find ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. f dash x എന്ന് പറയുന്നത് dy by dx of f of x. Okay, we now draw the tangent x naught y naught given by this one, y minus y naught equal to, ഇതാണ് നമ്മുടെ സ്ലോപ്പ് f dash x. അതായത് നമ്മുടെ ഡിഫറൻസ് ഓഫ്, നമ്മൾ അവിടെ നമ്മൾ m ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഡിഫറൻസ് ഓഫ്, നമ്മൾ ഏതിൻ്റെ അകത്തായിരുന്നു? ഈ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ 2 പോയിന്റ്സിന് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എഴുതിയില്ലേ? ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഡെറിവേറ്റീവ് dy by dx എന്ന് പറയുന്നത്. ഇതെല്ലാം ഓക്കെ, ഒരേ കോൺസെപ്റ്റ് ആണ്. റൈറ്റ്? Is it clear? Yes, ma'am. Okay, so the point where the tangent cuts the x-axis, y equal to 0, is taken as at y equal to 0. See, x1 equal to x naught minus f of x naught by f dash x naught എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫോർമുല ഏതാണ്? x naught മൈനസ് ഫങ്ഷണൽ വാല്യൂ x naught divided by the derivative at the point x naught. And in general, so in Newton-Raphson method, we are starting from the initial point x naught, and the next point is calculated using the formula xn plus 1 equal to xn minus functional value at xn divided by the derivative at xn. Is it clear? Yes, ma'am. അപ്പോൾ ഈ ഫോർമുല നോട്ടീസ് ചെയ്യുക. ഓക്കെ, മുന്നോട്ട് പോവാം. Newton-Raphson methodന്റെ കറസ്പോണ്ടിങ് പോയിന്റുകൾ എടുത്തിരിക്കുന്നു. ഓക്കെ, തിയററ്റിക്കലി NR മെത്തേഡ് മേ ബി എക്സ്പ്ലെയിൻഡ് ആസ്, അതായത് ടൈലർ സീരീസ് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട്
x1 equal to x0 plus h, a small point എടുത്ത് വന്നിരിക്കുന്നു, and general formula is xn plus 1 equal to xn minus f of xn divided by f dash of xn, for n varies from 0, 1, 2, 3, etc. Okay, ഒരു പ്രോബ്ലം ചെയ്യാം. Yes, ma'am. Write NR iterative scheme to find the inverse of an integer number n. n ന്റെ ഇൻവേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഏതാണ്? ന്യൂട്ടൺ റാപ്സൺ iterative scheme ഉപയോഗിച്ച്. Find the inverse of 17. 17 is an integer number. അല്ലേ? Correct to 4 places of decimal starting with 0.05 എന്ന് പറഞ്ഞാൽ എന്താ? It is given that x0 equal to 0.05. Is it clear? Yes, ma'am. ഒരു വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ എന്താ എഴുതിയിരിക്കുന്നെന്ന്. വായിച്ചോ? ഓക്കെ, x0. Ma'am. Okay. Let inverse of n be x. So we write x equal to n inverse. n inverse എന്ന് പറയുന്നത് എന്താ? 1 by n. Yes, ma'am. അല്ലേ? Or we can write it as x inverse minus n equal to 0. Is it clear? മാം ആ രണ്ടാമത്തെ മനസ്സിലായില്ല. എക്സ് ഇൻവേഴ്സ് മൈനസ് എന്നോ? അതിന് നേരെ ഇൻവേഴ്സ് വീണ്ടും എടുത്തു. ഓ ഓക്കെ ഓക്കെ, എക്സ് ഉള്ളിലേക്ക് എടുത്തു. ഇതിന്റെ വീണ്ടും ഇൻവേഴ്സ് എടുത്തപ്പോ എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എൻ എന്ന് വന്നു. എന്നിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ എക്സ് ഇൻവേഴ്സ് മൈനസ് എൻ ഈക്വൽ ടു 0 ആയി. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. വേറെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? എക്സ് ഇൻവേഴ്സ് എൻ. Is it clear? നമുക്ക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ അതിന്റെ ഡെറിവേറ്റീവ് ഐഡന്റിഫൈ ചെയ്യുക. എക്സ് റൈസ് ടു മൈനസ് എന്നിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? പിള്ളേരെ എക്സ് റൈസ് ടു മൈനസ് അപ്പൊ സോ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് എന്താവും? -1 into x raised to -1 minus 1 in -1 അല്ലേ? Yes, ma'am. Okay, so -1 into x raised to -2. x raised to -2 will be 1 by x square. That is -1 by x square. Is it clear? Yes, ma'am. So f dash x equal to -1 by x square. Okay. Yes, ma'am. Okay. Now, Newton-Raphson method, next point xn is calculated using the formula xn plus 1 equal to xn minus f of xn by f dash xn. Is it clear? Yes, ma'am. Now, in our particular problem, xn plus f of xn. f of xn എന്ന് പറയുന്നത് എന്തായിരുന്നു? f of xn equal to x inverse minus n. -1. അല്ലേ? 1 by x minus 1. Right? x inverse വന്ന 1 by x minus 1. ഇത് f of x divided by f dash x. That is minus 1 by x square. Okay. അതിനെ ഡിവൈഡ് ബൈ 1 by x square വന്നതാണ്. മൈനസ് മൈനസ് പ്ലസ് ആയി 1 by x square മേളിൽ കയറി വന്നു. ദിസ് ഡിവൈഡഡ് ബൈ -1 by x square ആയിരുന്നു. ഇത് എഫ് ഓഫ് എക്സ്. സംശയം ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്നുകൂടി നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി എഴുതി അങ്ങ് പൊക്കോണം. xn plus 1 equal to xn minus അല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആരാ? 1 by xn minus n.
isn't it? Yes, ma'am. Divided by f dash xn. F dash xn ആരാ? Minus 1 by 1 by x square. xn square. x square എന്ന് പറഞ്ഞാൽ xn. എന്ത് വണ്ണിലോട്ട് വരുമ്പോഴത്തേക്കും Okay. xn Okay, square. ma'am. Okay. That is, which is equal to xn. ഈ മൈനസും മൈനസ് കൂടി പ്ലസ് ആവും അല്ലേ? xn പ്ലസ് ഈ 1 by xn സ്ക്വയർ മേലോട്ട് വരും. സോ xn പ്ലസ് xn സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 by xn മൈനസ് ക്യാപിറ്റൽ N. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഒന്നുകൂടി ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാനുള്ളത് എഴുതിയിട്ട് പോയാൽ മതി. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഓക്കെ. Yes, ma'am. നൗ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ വന്നെന്ന് നോക്കി. അടുത്ത സ്റ്റെപ്പിലോട്ട് എങ്ങനെയാ വന്നത്? xn പ്ലസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. xn സ്ക്വയർ ഡിവൈഡ് ബൈ xn വിച്ച് ഈസ് ഈക്വൽ ടു xn അല്ലേ? isn't it? മൈനസ് ക്യാപിറ്റൽ N ഇൻറ്റു xn സ്ക്വയർ. is it clear? ഹലോ, ക്ലിയർ ആയോ? Yes, ma'am. ക്ലിയർ ആയോ? ഇനി ഇതാണ് നമ്മുടെ, ഇത് എത്ര വരും? xn പ്ലസ് xn എന്ന് പറയുന്നത് എത്ര വരും? 2xn അല്ലേ? മൈനസ് n ഇൻറ്റു xn സ്ക്വയർ. ഇവിടുന്ന് xn-നെ വെളിയിലോട്ടെടുത്തു. xn ഈക്വൽ ടു 2 മൈനസ് n xn. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. അങ്ങനെയാണ് ഈ ആൻസർ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലോട്ട് എത്തിയിരിക്കുന്നത്. ഓക്കെ Okay. ഓക്കെ. അപ്പൊ അപ് ടു ഇതുവരെ വാ. പിന്നെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ജനറൽ കേസ് പറയാൻ. ആദ്യം ജനറൽ കേസ് എഴുതുക. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് ആൻ ഇൻറ്റിജർ n-ന്റെ എഴുതി. വെൻ n ഈക്വൽ ടു 17 ഹെൻസ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 17 എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫോർമുല ഹെൻസ് ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതുക, അല്ലെങ്കിൽ അതിന്റെ കോമൺ കാര്യങ്ങൾ എഴുതുക. അവിടെ നമ്മൾ n ഈക്വൽ ടു 17 പുട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഐഡന്റിഫൈ ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. അപ്പൊ അപ് ടു ഇതുവരെ വന്നേ. അത് കഴിഞ്ഞ് നമ്മൾ n ഈക്വൽ ടു 17 പുട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർമുല വിൽ ബിക്കം xn പ്ലസ് 1 ഈക്വൽ ടു xn ഇൻറ്റു 2 മൈനസ് 17 xn ആവും. അപ് ടു ഇവിടം വരെ വാ. പിന്നെ നമ്മൾ 17ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം.
അപ് ടു ഇതുവരെ ചെയ്ത പിള്ളേരെ? ഹലോ ഹലോ, യെസ് മാം. ഇതുവരെ ചെയ്യോ? Now put n equal to 17, you get xn plus 1 equal to xn into bracketil 2 minus 17xn. Okay, now take നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് വിത്ത് 0.05. So our x naught equal to 0.05. Okay, അപ്പോൾ n equal to 1 കൊടുക്കുക. ആദ്യം x1 equal to എങ്ങനെ വരും? x naught minus x naught into bracketil 2 minus 17 into x naught. Isn't it? Yes sir. Okay, അങ്ങനെ x1 ഐഡന്റിഫൈ ചെയ്യുക. then x1 ന്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് x2 ഐഡന്റിഫൈ ചെയ്യുക. x2 ന്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് x3 ഐഡന്റിഫൈ ചെയ്യുക. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. hence 1/17 equal to this one. ചെയ്തു വന്നേ.
ഹലോ മാം. യെസ് പറഞ്ഞു. കിട്ടിയോ? യെസ് x1 മാം. x2 x3 സെയിം ആയിട്ട് വന്നു. സോ ഇൻവേഴ്സ് ഓഫ് 17 1/17 ഈക്വൽ ടു 0.0588. What about others? Yes, ma'am. ചെയ്തില്ലല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഈ ബ്ലോക്ക് ഇതോടെ തീർന്ന് അടുത്ത ദിവസം നമുക്ക് ഇന്റർപോളേഷൻ തുടങ്ങാം. അപ്പം കുറച്ച് സമയമുണ്ടല്ലോ, ഈ ഒരു പ്രോബ്ലം കൂടി ഒന്ന് നോക്ക്. നൗ സെക്കൻഡ് എക്സാമ്പിൾ റൈറ്റ് ഡൗൺ. അതോ വേറെ ഏതെങ്കിലും മെത്തേഡിന്റെ നോക്കണോ? ഏതെങ്കിലും സംശയം ഉണ്ടോ? എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്, 10-15 മിനിറ്റ് കൂടി ഉണ്ട്. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഹലോ ഹലോ. യെസ് മാം. Okay. Now write down NR iterative scheme for finding the qth root of positive integer n. നമ്മൾ ഇൻവേഴ്സ് ആയിരുന്നു പറഞ്ഞത്, ഇവിടെ qth റൂട്ട് പറഞ്ഞു ഇരിക്കുന്നു. Hence find the cube root of 10 correct up to 3 places of decimal taking initial point as 2. That is x not equal to 2. അല്ലേ? ഇനിഷ്യൽ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 2.0. ഓക്കെ. ഇവിടെ എന്താ നമ്മൾ സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ക്യൂത്ത് റൂട്ട് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എന്നിന്റെ ക്യൂത്ത് റൂട്ട് എന്ന് പറയുന്നത് n റൈസ് ടു 1/q ആണ്. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ x ഈക്വൽ ടു n റൈസ് ടു 1/q. ദാറ്റ് ഈസ് x റൈസ് ടു q മൈനസ് n ഈക്വൽ ടു 0. ദാറ്റ് ഈസ് f ഓഫ് x ഈക്വൽ ടു x റൈസ് ടു q മൈനസ് n. f ഡാഷ് x എന്ന് പറയുന്നത് ഏതാണ്? n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. x റൈസ് ടു q ആണെങ്കിലോ q x റൈസ് ടു q മൈനസ് 1. Isn't it? യെസ് മാം. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് NR iterative സ്കീം അനുസരിച്ച് xn പ്ലസ് 1 ഈക്വൽ ടു xn മൈനസ് f ഓഫ് xn ബൈ f ഡാഷ് xn അല്ലേ? f ഓഫ് xn ഈക്വൽ ടു xn റേസ് ടു q മൈനസ് n ബൈ f ഡാഷ് x q x റേസ് ടു q xn റേസ് ടു q മൈനസ് 1. അതിനെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്, ഇതിനെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വന്നപ്പോൾ എന്ത് വന്നു? q ഇൻറ്റു xn റേസ് ടു xn ഇൻറ്റു xn റേസ് ടു q മൈനസ് 1 എന്ന് പറയുന്നത് ഏതാണ്? xn റേസ് ടു q. ആ xn റേസ് ടു qവും ഇതും കൂടെ കമ്പൈൻ ചെയ്തപ്പം q മൈനസ് 1 ഇൻറ്റു xn റേസ് ടു q, ഈ മൈനസ് മൈനസ് പ്ലസ് i പ്ലസ് n ഡിവൈഡ് ബൈ ദിസ് വൺ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ. ഇനി നമ്മളോട് അടുത്തൊരു ഹെൻസ് ഫൈൻഡ്. അപ്പൊ നമ്മൾ ജനറൽ ഫോർമുല എഴുതി. ഹെൻസ് ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 10 എന്നാ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് n ഈക്വൽ ടു 10 ആൻഡ് q ഈക്വൽ ടു 3. And we are starting from x naught equal to 2. So x naught equal to 2, x1 calculate ചെയ്യുക, x2 calculate ചെയ്യുക, x3. See ഇവിടെ x2 x3 റിപ്പീറ്റ് ചെയ്തു. Is it clear? Yes, ma'am. ഓക്കെ, ചെയ്തേ. ഈ പ്രോബ്ലം കൂടി ചെയ്.
Yes, ma'am. കിട്ടിയോ? Yes, ma'am. n equal to 10, q equal to 3. കിട്ടിയോ? ഈ പ്രോബ്ലം ചെയ്തോ? Yes, ma'am. Okay, ചെയ്തു മാം. 2.154. ഓക്കെ. ബാക്കി പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടിരിക്കുന്നത് ചെയ്ത് നോക്കണം കേട്ടോ. തനിയെ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. Yes, ma'am. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇന്റർപോളേഷൻ തുടങ്ങാം. അതൊന്ന് നോക്കിയിട്ട് വരണം. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊന്ന് പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലുണ്ടല്ലോ. ഉണ്ട് മാം. ഓക്കെ. അപ്പൊ അതെടുത്ത് വെച്ചിട്ട് നോക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്നാണെന്നറിയോ? മോർ ഡീറ്റെയിൽ ഡിസ്കഷൻ നമ്പർ ഓഫ് ശാസ്ത്ര എക്സെട്ര. ഓക്കെ. അത് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ളത്.